കേരളത്തിലെ കോൺഗ്രസുകാർ ചരിത്രത്തിലില്ലാത്ത ഒരു ആവേശത്തിലായിരിക്കാം ഇപ്പോൾ. ഇനി ഈ ആവേശം അലതള്ളുകയും ചിലപ്പോൾ ദേശീയ മാധ്യമങ്ങൾ പുറത്തുവിട്ട സർവേകളെയൊക്കെ അട്ടിമറിച്ച ഒരു വിജയം കേരളത്തിൽ മാത്രമല്ല ദക്ഷിണേന്ത്യയിൽ നേടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. കാരണം വരുന്നത് ഇന്ത്യയുടെ പുലിക്കുട്ടിയാണ്. രാഹുൽ ഗാന്ധി തന്നെ കേരളത്തിലെ വയനാട്ടിൽ മത്സരിക്കാൻ വരുന്നു എന്നുള്ളതിന്റെ ഔദ്യോഗിക സ്ഥിരീകരണം നടത്തിയിരിക്കുകയാണ് മുൻ മുഖ്യമന്ത്രിയായിട്ടുള്ള ഉമ്മൻചാണ്ടി. സ്ഥാനാർത്ഥിയായി വയനാട്ടിൽ നിന്നിരുന്ന അഡ്വക്കേറ്റ് ടി സിദ്ദീഖ് സ്ഥാനാർത്ഥിത്വം ഒഴിയാനുള്ള എല്ലാവിധ നീക്കങ്ങളും അവിടെ ചെയ്തു കഴിഞ്ഞു. ഇതുമായി ബന്ധപ്പെട്ട് അഡ്വക്കേറ്റ് ടി സിദ്ദീഖ് തന്നെ തന്റെ ഫേസ്ബുക്കിലൂടെ കാര്യങ്ങൾ പുറത്തു പറഞ്ഞ സ്ഥിതിക്ക് കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകർ ആവേശത്തിലാണ്. എന്തുകൊണ്ടും ഇനി കേരളമല്ല ദക്ഷിണേന്ത്യയിൽ തന്നെ നേട്ടമുണ്ടാക്കാൻ സാധിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്ന നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് കോൺഗ്രസിന്റെ പ്രവർത്തകരും കോൺഗ്രസിന്റെ നേതാക്കന്മാരും. രാഹുൽ ഗാന്ധി ദക്ഷിണേന്ത്യയിൽ വരുന്നത് കൊണ്ട് ഒരുപാട് നേട്ടങ്ങളുണ്ട്. അതായത് നിലവിൽ കോൺഗ്രസിന് അധികാരത്തിലേറണമെന്നുണ്ടെങ്കിൽ ശക്തമായിട്ടുള്ള സീറ്റുകൾ എല്ലായിടത്തു നിന്നും ലഭിക്കേണ്ടതുണ്ട്. അപ്പോൾ ആ രീതിയിൽ നോക്കുമ്പോൾ ദക്ഷിണേന്ത്യയിലുള്ള സീറ്റുകൾ ഒന്നുകൂടി മെച്ചപ്പെടുത്താൻ രാഹുൽ ഗാന്ധി ദക്ഷിണേന്ത്യയിലെ വയനാട്ടിലെ സ്ഥാനാർത്ഥിത്വം ഉപകരിക്കപ്പെടുമെന്ന കാര്യത്തിൽ സംശയമില്ലാത്ത വിഷയമാണ്. അതുകൊണ്ട് തന്നെ വലിയ നേട്ടങ്ങൾ ദക്ഷിണേന്ത്യയിൽ ഉണ്ടാവുകയും ഈ നേട്ടങ്ങളിലൂടെ കോൺഗ്രസ് ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തുകയും ചെയ്യും. അതായത് വീണ്ടും അധികാരത്തിലേക്ക് എത്താൻ ചിലപ്പോൾ കോൺഗ്രസിനെ സഹായിച്ചേക്കാം. അങ്ങനെയുള്ള ഒരു നീക്കമായിരിക്കാം ചിലപ്പോൾ ഈ ഒരു വയനാട്ടിലെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വവും രാഹുൽ ഗാന്ധിയും കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് വയനാട്ടിലെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആശയക്കുഴപ്പങ്ങളും അവസാനം ടി സിദ്ദീഖിനെ അവിടെ സ്ഥാനാർത്ഥിയാക്കിയതിനും പിന്നിലുള്ള കാരണവും ഇത് തന്നെയാണ്. എന്നാൽ ടി സിദ്ദീഖിന് തന്റെ സ്ഥാനാർത്ഥിത്വം ഒഴിവാക്കുന്നതിൽ യാതൊരു വിഷമവും ഉണ്ടായിരുന്നില്ല. വളരെ സന്തോഷപൂർവ്വം ഒരു വലിയ എന്തോ ഒരു നേട്ടം കിട്ടിയതുപോലെയാണ് ടി സിദ്ദീഖ് ഈ വിഷയത്തെ കാണുന്നത് എന്നാണ് ഫേസ്ബുക്ക് കുറിപ്പ് വ്യക്തമാക്കുന്നുള്ളത്. എന്തായാലും കേരളം മറ്റൊരു തിരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുമ്പോൾ ഇപ്രാവശ്യം മറ്റൊരു നേട്ടവും കേരളത്തിനുണ്ട്. ഇന്ത്യയിലെ ഒരു പ്രമുഖ നേതാവ് മത്സരിക്കുന്നത് കേരളത്തിൽ നിന്നാണ് എന്ന് പറയുന്നതിൽ നമുക്കേവർക്കും അഭിമാനിക്കാം. അതും വയനാട്ടിൽ നിന്നാവുമ്പോൾ മലബാറിലേക്ക് ഒരു പുത്തനുദയം ചിലപ്പോൾ രാഹുൽ ഗാന്ധിയുടെ കടന്നുവരലിലൂടെ വന്നേക്കാം. ചിലപ്പോൾ നിലവിലെ ചില മണ്ഡലങ്ങളിലൊക്കെ വലിയ ഒരു പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കോൺഗ്രസ് വിജയിക്കുമോ എന്നുള്ള ഒരു ആശയക്കുഴപ്പം ഉണ്ടാകുമ്പോൾ രാഹുലിന്റെ കടന്നുവരലോടുകൂടി ഈ മണ്ഡലങ്ങളിലൊക്കെ ഒരു കോൺഗ്രസ് തരംഗം ഉണ്ടാകും എന്ന കാര്യത്തിലും വലിയ സംശയം വേണ്ട എന്ന നിലപാടിൽ തന്നെയാണ് കോൺഗ്രസ് നേതാക്കന്മാരുള്ളത്. എന്തായാലും രാഹുൽ ഗാന്ധി കേരളത്തിൽ വരുന്നത് വലിയ ഒരു ആവേശമുണ്ടാക്കാനാണ് സാധ്യത. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.